4Gയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ടെക്നോളജി ന്യൂസിൽ നിന്നും 4G തുടങ്ങുന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലോകത്തിന് ഇനിയും ദഹിച്ചിട്ടില്ല. ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ട്രംപ് എന്നത് ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇനി ട്രംപിൻ്റെ കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം വരുന്നത്, ടെക്നോളജിക്ക് എന്താണ് ട്രംപ്? തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് എന്ന രാഷ്ട്രീയക്കാരൻ ലോകത്തിന് ഏറെക്കുറെ അപരിചിതനായിരുന്നു അമേരിക്കൻ ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ. അതുകൊണ്ട് തന്നെ അതേ അപരിചിതത്വം ട്രംപിൻ്റെ ടെക്നോളജി സംബന്ധിച്ച പോളിസികളിൽ അല്ലെങ്കിൽ നയങ്ങളെ സംബന്ധിച്ചുകൊണ്ട്. അപ്പോൾ പിന്നെ എന്താണ് ട്രംപിൻ്റെ മനസ്സിലിരിപ്പ് അറിയാനുള്ള മാർഗം? അതിന് സമീപകാലത്ത് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നടന്ന ചർച്ചകളിൽ ട്രംപ് എടുത്ത നിലപാടുകൾ പരിശോധിക്കുകയേ മാർഗമുള്ളൂ. ഏതായാലും ഇലക്ഷൻ പ്രചരണകാലത്തെ ട്രംപാണോ അമേരിക്കൻ പ്രസിഡന്റായി മാറുന്ന ട്രംപ് എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും സമീപകാലത്ത് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളോടുള്ള ട്രംപിൻ്റെ പ്രതികരണത്തിൽ നിന്നും ഏതു തരത്തിലായിരിക്കും ട്രംപ് ടെക്നോളജി സംബന്ധിച്ച പോളിസി അല്ലെങ്കിൽ നയരൂപീകരണം നടത്തുക എന്നത് ഏറെക്കുറെ ഊഹിക്കാം. അതാണ് ഇത്തവണ 4G ചെയ്യുന്നത്. We are going to make America great again. സാൻ ബെർണാർഡിനോ വെടിവയ്പിൽ കൊല്ലപ്പെട്ട പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവരുടെ ആപ്പിൾ ഫോൺസ് അല്ലെങ്കിൽ ഐഫോൺസിൻ്റെ സെക്യൂരിറ്റി കോഡ് ക്രാക്ക് ചെയ്യുന്നതിനുള്ള സഹായമാണ് FBI ആപ്പിളിനോട് അഭ്യർത്ഥിച്ചതെന്ന്. എന്നാൽ ആപ്പിൾ ഇതിന് കൂട്ടാക്കിയില്ല. ഫോൺ ഉപയോഗിക്കുന്നവർ അവർ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അവർ എത്തരത്തിലുള്ളവരാണ് എന്നതിനപ്പുറം അവരുടെ സ്വകാര്യതയെ മാനിക്കുക എന്നുള്ളതാണ് തങ്ങൾക്ക് പരമപ്രധാനമെന്ന് പറഞ്ഞ് ആ FBIയുടെ ആവശ്യം നിരസിക്കുകയായിരുന്നു ആപ്പിൾ ചെയ്തത്. ഇത് വലിയ തോതിലുള്ള ഒരു വിവാദത്തിനാണ് അമേരിക്കയിൽ അന്ന് വഴിവെച്ചത്. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി സ്വന്തം പാർട്ടിയിലെ, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ എതിരാളികളോട് ഏറ്റുമുട്ടുകയായിരുന്നു ട്രംപ്. പക്ഷേ ട്രംപ് തൻ്റെ നിലപാടിൽ ഒരു തരത്തിലുള്ള മയവും കാണിച്ചില്ല എന്ന് പറയണം. സാൻ ബെർണാർഡിനോ കൂട്ടക്കൊലയിൽ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവരുടെ ഐഫോൺ ക്രാക്ക് ചെയ്യാനുള്ള അപേക്ഷ, FBIയുടെ അപേക്ഷ ആപ്പിൾ നിരസിച്ചതിനോട് വളരെ ക്രുദ്ധനായിട്ടാണ് അന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. ബോയ്ക്കോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനാണ് ട്രംപിൽ നിന്നും അന്ന് ആഹ്വാനമുണ്ടായത്. ഒരുപക്ഷെ അമേരിക്കയുടെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കമ്പനി, ലോകത്തിൻ്റെ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ബെയറർ കമ്പനി എന്ന് പറയുന്ന ആപ്പിൾ ഒരുപക്ഷെ ഏതൊരു അമേരിക്കക്കാരൻ്റെയും അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ മാറി മാറി വരുന്ന ഏതൊരു സർക്കാരുകളും ലോകത്തിനു മുമ്പിൽ അമേരിക്കയുടെ അടയാളമായി വിശേഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകങ്ങളിലൊന്നാണ് ആപ്പിൾ. എന്നാൽ ആപ്പിളിനെതിരെ ഇത്ര രൂക്ഷമായ ഒരു പ്രതികരണം ഒരുപക്ഷെ മറ്റൊരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ഇതിനു മുമ്പോ അതിനുശേഷമോ ഉണ്ടായിട്ടില്ല എന്നതും അതോടുകൂടി കാണണം. പക്ഷേ ട്രംപിന് കുലുക്കമില്ലായിരുന്നു. ദേശസുരക്ഷയെ കോംപ്രമൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിയെ തുരങ്കം വയ്ക്കുന്ന ഏതൊരു പ്രശ്നത്തിലും താൻ ദേശ സുരക്ഷയ്ക്കൊപ്പം അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിക്കൊപ്പം മാത്രമേ നിൽക്കൂ എന്നായിരുന്നു ട്രംപിൻ്റെ നിലപാട്. ഈ അമേരിക്കൻ ഇലക്ഷൻ കാലത്ത് വളരെ സമർത്ഥമായും സമൃദ്ധമായും ട്രംപ് ഉപയോഗിച്ച തീവ്ര ദേശീയതയുടെ നിലപാടിന് അനുസരിച്ചുള്ള ഒരു അഭിപ്രായ പ്രകടനം തന്നെയായിരുന്നു അത്. എന്നാൽ ഇതുതന്നെയായിരിക്കുമ്പോൾ പ്രസിഡൻ്റായി കഴിഞ്ഞ ശേഷവും ട്രംപ് തുടരുക എങ്കിൽ പലതരത്തിലുള്ള കോംപ്രമൈസുകൾക്കും അല്ലെങ്കിൽ പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും ഇന്ന് അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ടെക് കമ്പനികളും, പ്രത്യേകിച്ചും ഇൻ്റർനെറ്റ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എല്ലാ ടെക് കമ്പനികളും വിധേയമാകേണ്ടി വരും എന്ന സൂചനയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ന് ലോകത്തെ ടെക്നോളജിയിലെ ഏറ്റവും പ്രമുഖമായ ചർച്ചാ വിഷയങ്ങളിലൊന്ന് അല്ലെങ്കിൽ വിവാദ വിഷയങ്ങളിലൊന്ന് ടെക്നോളജിയും അത് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഡിവൈസും ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ സ്വകാര്യതയുടെ സുരക്ഷ തന്നെയാണ്. സ്വകാര്യതയിൽ എപ്പോഴൊക്കെ വിള്ളൽ വീണിട്ടുണ്ടോ അപ്പോഴൊക്കെ ലോകം വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഭീകരത ഒരു വലിയ വിഷയമാണ്, ഒരു ആഗോള വിഷയമാണ്. പക്ഷേ അപ്പോഴും സാൻ ബെർണാർഡിനോ കൂട്ടക്കൊല കേസിൽ പോലും പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ഐഫോൺ ക്രാക്ക് ചെയ്യാൻ FBIയുടെ അപേക്ഷ ആപ്പിൾ നിരസിച്ചപ്പോൾ പോലും കൂടുതൽ പേർ, ഭൂരിപക്ഷം പേർ ആപ്പിളിനൊപ്പമാണ് നിന്നത്. കാരണം ഇതൊരു മാനദണ്ഡമായി ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ ആരുടെയും സെക്യൂരിറ്റി കോഡ്സ് അല്ലെങ്കിൽ ആരുടെയും പേഴ്സണലായിട്ട് ഡിവൈസുകളിലേക്ക് സർക്കാരിൻ്റെയോ മറ്റ് ഏജൻസികളുടെയോ കണ്ണ് ചെന്ന് കയറുകയും അത് ലോകത്തിൻ്റെ സ്വകാര്യത എന്ന ഒരു വലിയ സങ്കല്പത്തിന് ക്ഷതമേൽപ്പിക്കുകയും ചെയ്യും എന്ന് തന്നെയായിരുന്നു വാദം. ലോകവും ഏറെക്കുറെ അതോടൊപ്പമായിരുന്നു.
എന്നാൽ വളരെ ശക്തമായൊരു പൊസിഷനിലേക്ക്, ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ തലവൻ എന്ന തരത്തിലേക്ക് ട്രംപ് എത്തുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഇത്തരത്തിലുള്ള നയങ്ങളെ അത് എങ്ങനെ ബാധിക്കും, മാറ്റിമറിക്കപ്പെടുമോ? അങ്ങനെയെങ്കിൽ ഇൻ്റർനെറ്റ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ജെയിൻസ് എന്നറിയപ്പെടുന്ന ഗൂഗിൾ, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഒരു പരിധിവരെ ആപ്പിൾ, ഇവയൊക്കെ തന്നെ തങ്ങളുടെ പോളിസി മാറ്റി എഴുതാൻ നിർബന്ധിക്കപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ അത് ടെക്നോളജിയും അതടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഡിവൈസുകളും ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ സ്വകാര്യത എന്ന ഘടകത്തിൻ്റെ അവസാനത്തിലേക്ക് തന്നെയായിരിക്കും വഴിവെക്കുക. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, അതായത് രസകരമായൊരു കാര്യം കൂടി പ്രസക്തമാകുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഏത് ഡിവൈസാണ് ഉപയോഗിക്കുക? അതൊരു ആൻഡ്രോയിഡ് ഫോണാണോ അതോ ഐഫോണാണോ? തീർച്ചയായിട്ടും നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് തൻ്റെ ഡിവൈസിൻ്റെ, പേഴ്സണൽ ഡിവൈസിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള ട്രംപ് എങ്കിൽ പോലും നമുക്കറിയാൻ കഴിയുന്നത് ഒരു ആൻഡ്രോയിഡ് ഡിവൈസാണ് തീർച്ചയായിട്ടും ട്രംപ് ഉപയോഗിക്കുന്നത് എന്ന് തന്നെയാണ്. അതായത് അത്തരത്തിൽ വളരെ വ്യക്തിപരമായി പോലും ഒരു വൈകാര്യമായ ഒരു അറ്റാച്ച്മെൻറ്റ് ആപ്പിളിനോടോ അല്ലെങ്കിൽ ഐഫോണിനോടോ ഇല്ല. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഇന്ന് ഏത് തരത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങിലും ടെക്നോളജിയുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിലും ആപ്പിളിൻ്റെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാൻ എല്ലാ കാലത്തും അമേരിക്കൻ സർക്കാരുകൾ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ കാര്യങ്ങൾക്ക് മാറ്റം വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അമേരിക്ക ഭയന്ന് ജീവിക്കുന്ന ഒരു രാഷ്ട്രമാണെന്ന് പറയാറുണ്ട്, പ്രത്യേകിച്ചും സെപ്റ്റംബർ 11 ആക്രമണങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് തന്നെ സർവൈലൻസ് എന്ന ഘടകത്തിൽ ഇപ്പോൾ അമേരിക്ക ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. ആ ഒരു പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുന്നത് തന്നെയായിരിക്കും തീർച്ചയായിട്ടും ട്രംപിൻ്റെ പോളിസിയും. ഇത് സംബന്ധിച്ച് ഈ കഴിഞ്ഞ വർഷം 2015 ഡിസംബറിൽ ഒരു സ്വകാര്യ റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറയുകയുണ്ടായി, ഞാൻ ഒരു കോൾ ചെയ്യുമ്പോൾ, ഞാനൊരു ടെലിഫോൺ എടുത്തിട്ട് ഒരു കോൾ ചെയ്യുമ്പോൾ എൻ്റെ കോൾ മറ്റൊരാൾ കേൾക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ ടാപ്പ് ചെയ്യുന്നു എന്നുള്ളത് വളരെ അസ്വസ്ഥജനകമായൊരു വസ്തുതയാണ് എന്നെ സംബന്ധിച്ചോളം. പക്ഷേ അവിടെയും ദേശസുരക്ഷയാണ് അതാണ് പ്രധാന ഘടകമെങ്കിൽ ആ ഒരു പ്രശ്നം സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ വാക്കുകളിൽ നിന്നും നമുക്ക് കൃത്യമായി അറിയാം, സർവൈലൻസിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പല തരത്തിലുള്ള സർവൈലൻസ് പദ്ധതികളിൽ നിന്നും ഒരിഞ്ച് പോലും അമേരിക്കൻ സർക്കാർ പിന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അമേരിക്കൻ ഏജൻസികൾ പിന്നോട്ട് പോകാൻ തയ്യാറാവില്ല എന്നതാണത്. എന്ന് മാത്രമല്ല, സർവൈലൻസിൻ്റെ ഒരു വ്യാപ്തി വളരെയധികം വർദ്ധിപ്പിക്കാനും അത് ഏത് പരിധിയും കടന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണ് ട്രംപ് സർക്കാരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ടെക്നോളജിയിൽ ട്രംപിൻ്റെ സമീപനങ്ങൾ സംബന്ധിച്ച് വളരെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞ മറ്റൊരു വിഷയമാണ് ഇനിയുള്ളത്. അത് H-1B വിസയുടെ കാര്യം തന്നെയാണ്. പ്രധാനമായും H-1B വിസ ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യക്കാരെയാണ്. സിലിക്കൺ വാലിയിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് H-1B വിസ സംബന്ധിച്ച് ട്രംപിൻ്റെ നിലപാടുകൾ അവിടുത്തെ ഇന്ത്യൻ യുവത്വത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകം, അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക് ജയൻ്റായിട്ടുള്ള കമ്പനികളുടെയൊക്കെ തലപ്പത്തിപ്പോൾ ഇന്ത്യക്കാരാണ്. തമിഴ്നാട്ടുകാരനായ സുന്ദർ പിച്ചയാണ് ഗൂഗിളിൻ്റെ CEO, സത്യ നാദല്ലയാണ് മൈക്രോസോഫ്റ്റിൻ്റെ CEO. മറ്റ് ചെറുതും വലുതുമായ പല പൊസിഷൻസിലും പല സ്ഥാപനങ്ങളിലും പ്രധാനപ്പെട്ട ടെക്നോളജി ഫേംസിലെല്ലാം ഇന്ത്യക്കാരുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ 1-2 ടൈം ട്രംപ് ഭരിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക ഭരിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു സുന്ദർ പിച്ചയോ ഒരു സത്യ നാദല്ലയോ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാനാകില്ല. അത്രമാത്രം കർക്കശമാണ് H-1B വിസ പോലെയുള്ള പ്രശ്നങ്ങളിൽ ട്രംപിൻ്റെ നിലപാട്. എന്നാൽ ഇലക്ഷൻ പ്രചരണ സമയത്ത് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഹൈലി സ്കിൽഡായിട്ടുള്ള തൊഴിലാളികളുടെ, വളരെയധികം അതിവൈദഗ്ധ്യം ഒക്കെ ആവശ്യമുള്ള തൊഴിലാളികളുടെ കാര്യത്തിൽ താൻ വളരെ അനുകൂല നിലപാടാണ്, അവരുടെ കുടിയേറ്റം സംബന്ധിച്ച് വളരെ അനുകൂലമായ നിലപാടാണ് തനിക്കുള്ളത്. എന്നാൽ പലപ്പോഴും H-1B വിസകൾ ചെയ്യുന്നത് ഏറ്റവും സ്കിൽഡായിട്ടുള്ള തൊഴിലാളികളെയല്ല, മറിച്ച് കുറഞ്ഞ വേതനത്തിലുള്ള തൊഴിലാളികളെയാണ് അമേരിക്കയിലേക്ക് എത്തിക്കുന്നത്. ഇത് അമേരിക്കക്കാരൻ്റെ ജീവിത നിലവാരത്തെ അല്ലെങ്കിൽ അമേരിക്കക്കാരന് ന്യായമായും കിട്ടേണ്ട വേതനത്തെയാണ് ബാധിക്കുന്നത്. അതിനെയാണ് താൻ എതിർക്കുന്നത് എന്നാണ്. ഏതായാലും ഇപ്പോൾ പ്രസിഡന്റ് ആകാൻ പോകുന്ന അല്ലെങ്കിൽ പ്രസിഡന്റ് ആയി കഴിഞ്ഞിട്ടുള്ള ട്രംപിന് ഇതേ നിലപാടാണോ അതോ തൻ്റെ നിലപാടുകൾ കുറച്ച് മയപ്പെടുത്തുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇന്ത്യക്കാരടക്കമുള്ള IT രംഗത്തെ പ്രൊഫഷണലുകൾ വളരെ സാഗൂതം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ആക്രമണം. തീർച്ചയായിട്ടും ട്രംപ് അധികാരമേറ്റെടുത്ത് 100 ദിവസങ്ങൾക്കുള്ളിൽ ഒരു വലിയ സൈബർ അറ്റാക്ക് അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിവിധ ഏജൻസികളുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനെ എങ്ങനെയായിരിക്കും ട്രംപ് നേരിടുക?
ഇത് സംബന്ധിച്ച് ഇലക്ഷൻ പ്രചരണ കാലത്ത് തന്നെ ചില ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ട്രംപിൻ്റെ മറുപടി വളരെ രസകരമായിരുന്നു. എനിക്കൊരു മകനുണ്ട്, ബാരൻ. 10 വയസ്സുകാരനായ അവന് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ആ കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളിലൊക്കെ അവൻ വളരെ വിദഗ്ധനാണ് എന്ന തരത്തിൽ വളരെ ഒഴുക്കൻ മട്ടിലുള്ളൊരു മറുപടിയാണ്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും ഉണ്ട് ഇത് സംബന്ധിച്ച്. എന്നാൽ സൈബർ ആക്രമണം സംബന്ധിച്ച് അമേരിക്കയുടെ ഇതുവരെയുള്ള തിരിച്ചടികൾ അല്ലെങ്കിൽ അതിനെ ചെറുക്കാനുള്ള നടപടികൾ ഒന്നും ഫലപ്രദമോ അല്ലെങ്കിൽ ഉപയോഗപ്രദമോ അല്ല എന്ന തരത്തിൽ വളരെ ഒഴുക്കൻ മട്ടിലുള്ള ഒരു മറുപടിയാണ് ട്രംപ് പറഞ്ഞത്. ട്രംപിൻ്റെ ഈ നിലപാടിനെ ന്യൂയോർക്ക് ഡെയിലി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ കണക്കിന് പരിഹസിച്ചിരുന്നു. ട്രംപ് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ടെക് ഇലിറ്ററേറ്റ് ആണ്, അല്ലെങ്കിൽ ടെക്നോളജിയിൽ കാര്യമായ പിടിപാടില്ലാത്ത ഗ്രാഹ്യമില്ലാത്ത ഒരു നേതാവാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ ട്രംപിന് സൈബർ അറ്റാക്ക് സംബന്ധിച്ച് കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ നേരിടുന്ന യാതൊരു രൂപരേഖയുമില്ല, അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു നയസമീപനമില്ല, അതേക്കുറിച്ചുള്ള യാതൊരു പിടിപാടുമില്ല. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ട്രംപ് തന്നെയാണ്. അതും ആദ്യ 100 ദിവസങ്ങൾക്കുള്ളിൽ, അധികാരമേറ്റെടുത്ത് 100 ദിവസങ്ങൾക്കുള്ളിൽ ആദ്യ സൈബർ പ്രതിസന്ധി ട്രംപ് നേരിടേണ്ടി വരും എന്ന് ഏകദേശം ഉറപ്പിക്കാവുന്ന പ്രവചനങ്ങൾ കൂടിയുള്ളപ്പോൾ. ഉടൻ തന്നെ സ്ഥാനമൊഴിയാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയും ട്രംപിനെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നവരുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ ഡൊണാൾഡ് ട്രംപിനെയും ബറാക് ഒബാമയും ടെക്നോളജിയുടെ കാര്യത്തിൽ താരതമ്യം ചെയ്യുക ഏറെക്കുറെ അസാധ്യമാണ് എന്നാണ്. ബറാക് ഒബാമ ടെക്നോളജിയെ, അവയുടെ ഉപയോഗത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിഷനുള്ള, അല്ലെങ്കിൽ ദാർശനിക സമാനമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ്, ഒരു നേതാവാണ്. എന്നാൽ ട്രംപാകട്ടെ ഒരു ബിസിനസ്സുകാരൻ്റെ വളരെ കുഴഞ്ഞു മറിഞ്ഞ ആശയങ്ങൾ മാത്രമാണ് ഒരുപക്ഷെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ളത്. ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് തൻ്റെ ഭരണത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഒബാമ നൽകിയ ഒരു വിശദമായ ഇൻ്റർവ്യൂ, പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നൽകിയ ഒരു ഇൻ്റർവ്യൂ, വയർഡ് മാഗസിൻ്റെ എഡിറ്റർക്കും മറ്റ് മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ മീഡിയ ലാബ് ഡയറക്ടറായിട്ടുള്ള ജോയ് ഈറ്റോയ്ക്കും നൽകിയ ആ ഒരു അഭിമുഖം കഴിഞ്ഞ ആഴ്ചകളിൽ 4G നൽകിയിരുന്നു. അതിൽ വളരെ ക്രാന്തദർശിയായിട്ടുള്ള, വളരെ വിഷണറി ആയിട്ടുള്ള, വളരെ ദാർശനികമായിട്ടുള്ള നിരീക്ഷണങ്ങളുള്ള, ടെക്നോളജിയെ പറ്റി ഒരു നേതാവിനെയാണ്, ആഴമുള്ള ഒരു നേതാവിനെയാണ് നമുക്ക് ഒബാമയിൽ കാണാൻ കഴിയുന്നതെങ്കിൽ ഈ ഇലക്ഷൻ പ്രചാരണ കാലത്തും അതിന് തൊട്ടു മുമ്പും ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ പരിശോധിക്കുകയാണെങ്കിൽ തികഞ്ഞ അജ്ഞതയും കാര്യങ്ങളെക്കുറിച്ച് ഒരു സാമാന്യ ബോധത്തിനും താഴെ നിൽക്കുന്ന, യുക്തിക്കും താഴെ നിൽക്കുന്ന നിലപാടുകളും മാത്രമുള്ള ഒരാളായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഏതായാലും പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടുകളെയാണ് ഇപ്പോൾ അമേരിക്ക അംഗീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരി ഡൊണാൾഡ് ട്രംപാണ്. ഇപ്പോഴുള്ള ശരികളെ ഡൊണാൾഡ് ട്രംപിന് കൂടുതൽ ശരികളാക്കി മാറ്റാൻ കഴിയുമോ? അതാണ് ലോകം ചോദിക്കുന്ന $1 മില്യൺ ക്വസ്റ്റ്യൻ. ഇനി ടെക്നോളജിയിലെ നിലപാടുകൾക്കും നയസമീപനങ്ങൾക്കും അപ്പുറം ഡൊണാൾഡ് ട്രംപിന് ചില കണക്കുകൾ തീർക്കാനുണ്ട്. അത് മറ്റാരോടുമല്ല, സാക്ഷാൽ ജെഫ് ബീസോസിനോടാണ്. ലോകപ്രശസ്ത ഇ-കൊമേഴ്സ് കമ്പനിയായ ആമസോണിൻ്റെ ഉടമ ജെഫ് ബീസോസും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വൈരത്തിന് നാളുകളുടെ പഴക്കമുണ്ട്. ഈ നാളുകളുടെ പഴക്കമുള്ള വൈരം കൂടുതൽ വഷളാവുകയായിരുന്നു ഇക്കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത്. കൂനിന്മേൽ കുരുവെന്ന പോലെ വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന പത്രത്തിൻ്റെ ഉടമ കൂടിയായി ഇതിനിടയിൽ ജെഫ് ബീസോസ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ കാലത്ത് വാഷിംഗ്ടൺ പോസ്റ്റായിരുന്നു ട്രംപിന് നേരെയുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ ആദ്യം കൊണ്ടുവരുന്നത്. പല ലൈംഗിക ആരോപണങ്ങൾ, അതുപോലെ തന്നെ പല കാര്യങ്ങളിലുമുള്ള വക്രീകരിച്ച ട്രംപിൻ്റെ നിലപാടുകൾ ഒക്കെ പുറത്തുവിട്ടിരുന്നത് വാഷിംഗ്ടൺ പോസ്റ്റായിരുന്നു. ഒപ്പം തന്നെ ആമസോൺ സംബന്ധിച്ച് പല കാര്യങ്ങളിലും ട്രംപും തിരിച്ചടിക്കുകയുണ്ടായി. Washington Post, I have to tell you, I have respect for Jeff Bezos, but he bought the Washington Post to have political influence, and I got to tell you, we have a different country that we used to have. We have a different, he owns Amazon. He wants political influence so that Amazon will benefit from it. That's not right. And believe me, if I become president, oh, do they have problems. They're going to have such problems. വാഷിംഗ്ടൺ പോസ്റ്റ് എന്നൊരു പത്രം കയ്യിൽ വെച്ചുകൊണ്ട് ജെഫ് ബീസോസ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വിരട്ടുകയാണ്. പ്രത്യേകിച്ചും ഭരണത്തിലിരിക്കുന്നവരെ വിരട്ടിയാണ് കാര്യം സാധിക്കുന്നത് എന്നായിരുന്നു ട്രംപ് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. പ്രത്യേകിച്ചും ആമസോണിന് പലതരത്തിലുള്ള നികുതി ഇളവുകളും കിട്ടാനായിട്ട് വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പല പ്രവർത്തനങ്ങളും ജെഫ് ബീസോസ് നടത്തി എന്ന് ട്രംപ് ആരോപിക്കുന്നു. ഇതിനൊക്കെ പ്രതികാരമായി സെൻഡ് ട്രംപ് ടു സ്പേസ് എന്നൊരു ഹാഷ്ടാഗ് തുടങ്ങിയിട്ടാണ് ജെഫ് ബീസോസ് പ്രതിരോധിച്ചത്. ഏതായാലും വളരെ കണ്ണും പൂട്ടിയുള്ള കടന്നാക്രമണമായിരുന്നു ട്രംപിനെതിരെ ജെഫ് ബീസോസ് നടത്തിയത്. ഒരുപക്ഷെ അതിൽ ഇപ്പോൾ ജെഫ് ബീസോസ് പശ്ചാത്തപിക്കുന്നുണ്ടാകണം.
ഏതായാലും ആമസോണിൻ്റെ ഭാവി അല്ലെങ്കിൽ ആമസോണിൻ്റെ വളർച്ചയുടെ ഒരു നിർണായക ഘട്ടത്തിലാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നത്. ഒരു പ്രതികാര രാഷ്ട്രീയം കളിക്കാനാണ് ട്രംപ് തീരുമാനിക്കുന്നതെങ്കിൽ ജെഫ് ബീസോസിനും ആമസോണിനും വരും നാളുകളിൽ ഏറെ വിയർക്കേണ്ടി വരും. ഏതായാലും ജെഫ് ബീസോസ് ഡൊണാൾഡ് ട്രംപ് റൈവൽറിയിൽ അല്ലെങ്കിൽ ശത്രുതയിൽ സന്തോഷിക്കുന്ന ചില കമ്പനികളുമുണ്ട്. അത് മറ്റാരുമല്ല, ഗൂഗിൾ പോലെയുള്ള മറ്റ് ടെക് ജയൻറ്റുകളാണ്. യഥാർത്ഥത്തിൽ ഗൂഗിൾ തങ്ങളുടെ എതിരാളിയായി കാണുന്നത് ഫേസ്ബുക്കിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് കമ്പനിയോ അല്ല, മറിച്ച് ആമസോണിനെയാണ്. കാരണം ഇ കൊമേഴ്സ് രംഗത്താണ് ആത്യന്തികമായി ഏറ്റവും കൂടുതൽ തങ്ങൾ വെല്ലുവിളി നേരിടേണ്ടി വരിക എന്നുള്ളത് ഗൂഗിളിന് നന്നായിട്ടറിയാം. സെർച്ച് എഞ്ചിൻ എന്നതിനപ്പുറം തങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഒരു ഇ കൊമേഴ്സ് രംഗത്താണ് എന്നും ഗൂഗിൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അവിടെ ആമസോണിൻ്റെ വളർച്ച വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് ഗൂഗിളിനെ. അതുകൊണ്ട് തന്നെ ഇവിടെ ട്രംപും ജെഫ് ബീസോസും തമ്മിലുള്ള ഒരു ശത്രുത, ഇപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു റൈവൽറി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഗൂഗിൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ടെക്നോളജിയിലെ രാഷ്ട്രീയം വളരെ രസകരമായ പ്രവചനാതീതമായ തലത്തിലേക്ക് ഉയരും വരും മാസങ്ങളിൽ എന്നത് പറയാതെ വയ്യ.